ജനങ്ങളെ ദുരിതത്തിലാക്കി തൃശൂരിൽ ഫ്ളാറ്റ് നിർമ്മാണം. കോർപ്പറേഷൻ വളർക്കാട് ഡിവിഷനിൽ ദേശായി ഹോംസ് നിർമ്മിക്കുന്ന പുതിയ ഫ്ളാറ്റാണ് സമീപവാസികൾക്ക് ഭീഷണിയായി മാറിയത്. നിർമ്മാണത്തിന് വേണ്ടി മണ്ണെടുത്തതിന്റെ ഫലമായി സമീപത്തെ വീടുകളുടെ തറയിടുകയും വീടുകൾക്ക് വിള്ളൽ സംഭവിക്കുകയും ചെയ്തു. അതേസമയം സംഭവത്തിൽ ഇടപെടാതെ മേയറുടെ നടപടിക്കെതിരെ പ്രതിഷേധവുമായി പ്രദേശവാസികൾ. ദേശായി ഹോംസ് നിർമ്മിക്കുന്ന പുതിയ ഫ്ളാറ്റിനു സമീപമായി 23ഓളം കുടുംബങ്ങളാണ് താമസിക്കുന്നത്. കുട്ടികളും പ്രായമായവരും ഉൾപ്പെടെയുള്ള പ്രദേശവാസികൾ വലിയ ഭീഷണിയാണ് നിർമ്മാണം മൂലം നേരിടുന്നത്. പല വീടുകളുടെയും തറ ഇടിയുകയും ചുമരുകൾക്ക് വിള്ളൽ സംഭവിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം പ്രദേശത്തെ വീടിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായും ഇടിഞ്ഞു വീണു. പ്രദേശവാസികൾ വിഷയം മേയർ നിജി ജസ്റ്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും വിഷയത്തിൽ ഇടപെടാമെന്ന് മേയർ ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു. തുടർന്ന് മേയറുടെ ഓഫീസിലേക്ക് പ്രദേശവാസികൾ വരുന്ന സമയം ഫ്ളാറ്റ് ഉടമകൾ മേയറെ കണ്ട് മടങ്ങുകയായിരുന്നു. നേരത്തെ വിഷയം പരിഗണിക്കാമെന്ന് ഉറപ്പു നൽകിയ മേയർ പരാതിക്കാരെ കാണുന്നതിനു പോലും സമയം നൽകാതെ പിൻവാങ്ങുന്ന സമീപനമാണ് സ്വീകരിച്ചത്. ഇവിടുന്ന് മഴ പെയ്യുന്ന പോലെയാണ് സിമെന്റുകളും പൊടികളും, അതുപോലെ തന്നെ അവർ ഉപയോഗിക്കുന്ന എല്ലാത്തരം ആയുധങ്ങളും, അതായത് കമ്പി സംഭവങ്ങൾ അവർ ഉപയോഗിക്കുന്ന എല്ലാതും നമ്മുടെ വീടുകളിലേക്ക് വീഴാണ്. ഇത്രയും സ്ലോങ്ങിൽ നിന്നാണ് വീണത്. എന്തോരം ഇതിലാണ് നമുക്ക് വീണെന്നറിയാം. അപ്പോൾ ഇത് ഇവർ തടയായിട്ട് ഇവർ അതിൻ്റെ മുകളിൽ ഡ്രസ്സ് അടിച്ചു തരാണ് നമുക്ക് ചെയ്തിരിക്കുന്നത്. ഡ്രസ്സ് അടിച്ചു തന്നാലും നമുക്ക് രോഗങ്ങൾ വിട്ടുമാറാത്തൊരവസ്ഥയാണ്. ഇന്നലെ മേയറെ കാണാൻ പോയപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് കളക്ടറേറ്റിലേക്ക് പോയി. ആ സമയത്ത് മേയറെ കാണാൻ പോയപ്പോൾ ആൾക്ക് തിരക്കാന്ന് പറഞ്ഞത്. ആൾക്ക് തിരക്കെന്ന് പറഞ്ഞാൽ ആളെ കാണാൻ ചെല്ലുമ്പോൾ ആളോട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ ആൾ പറയുന്നത് ഈ ബിൽഡിംഗ് വെച്ചത് ഞാനല്ല എന്നാണ് പറഞ്ഞത്. ആളുടെ അഭിപ്രായം അങ്ങനെയാണ് ഞങ്ങൾക്ക് പറഞ്ഞത്, മറുപടി കൊടുത്തത് ഞങ്ങളുടെ ആൾക്കാർക്ക്. അതേസമയം ഭീഷണി നേരിടുന്ന സ്ഥലം LDF കൗൺസിലർമാർ സന്ദർശിച്ചു. വിഷയത്തിൽ അടിയന്തരമായി ഇടപെടുമെന്ന് പ്രതിപക്ഷ നേതാവ് TR ഹിരൺ പറഞ്ഞു. അതിൻ്റെ ചുറ്റുപാടുമുള്ള വീടുകളിൽ ഇപ്പോൾ സന്ദർശനം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് മനസ്സിലായിട്ടുള്ളത് വലിയ വിള്ളലുകളാണ് ഇതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ മഴയത്ത് ഇതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നമ്മളിവിടെ കാണുന്ന നമ്മുടെ പിറകുവശത്തുള്ള മണ്ണിടിഞ്ഞുകൊണ്ട് വലിയൊരു ദുരന്തം പോലും സംഭവിക്കാവുന്ന സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ പരാതി മേയറടക്കമുള്ള ആളുകളെ, ഡിവിഷൻ കൗൺസിലർമാരടക്കമുള്ള ആളുകൾ, ഇവിടുത്തെ ആളുകൾ സമീപിച്ചു. പക്ഷേ കൃത്യമായുള്ളൊരു മറുപടി മേയറടക്കമുള്ള ആളുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകത്ത്. ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അനധികൃതമായിട്ടുള്ള നിർമ്മാണങ്ങൾ ഉണ്ടെങ്കിൽ അതിനകത്ത് കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് മെമ്മോ അടക്കം നൽകിക്കൊണ്ട് അതിന് നിർമ്മാണത്തെ കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് കോർപ്പറേഷനിലെ LDF കൗൺസിലർമാർ എന്ന നിലയിലേക്ക് സൂചിപ്പിക്കാനുള്ളത്. കൗൺസിലർമാരായ P സുകുമാരൻ, ഷാജു കുണ്ടോളി, സൗമ്യ പ്രതീഷ്, സിജിത്ത് MS, ലിംന മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, തൃശൂർ.